നമസ്കാരം. സാരംഗി ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ജയിൽ നിയമം യഥാർത്ഥത്തിൽ കുറ്റവാളികളെ സൃഷ്ടിക്കാനുള്ള വളക്കൂറുള്ള മണ്ണായി മാറിക്കഴിഞ്ഞു. ജയിലിൽ പോയി വരുന്നത് ഒരു നാണക്കേടല്ല, മറിച്ച് സാമ്പത്തിക ലാഭത്തിന് ഉള്ള മാർഗമായി ഇവർ കാണുന്നു. ശിക്ഷയുടെ പേരിൽ ജയിലിൽ കയറി സുഖമായി ഭക്ഷണം കഴിച്ച് ശമ്പളവും വാങ്ങി പുറത്തിറങ്ങി വീണ്ടും ക്രൂരതകൾ ആവർത്തിക്കുന്നവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ നിയമം മനുഷ്യത്വപരമായോ സാമൂഹ്യപരമായോ ഒട്ടും യോജിക്കുവാൻ കഴിയുന്നതല്ല. ഈ അടുത്ത ഇടയ്ക്ക് നടന്ന അംഗനവാടി ടീച്ചറിൻ്റെ കൊലപാതകം ചെയ്ത പ്രതി വിനോദ് കുമാർ മുൻപ് കൊലപാതക ശ്രമത്തിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങിയ ശേഷമാണ് ഈ കൊല നടത്തിയത്. വീണ്ടും അയാൾ കുറ്റം ചെയ്യുവാൻ പ്രേരിതമായത് ഈ ജയിൽ നിയമവും മൂലമല്ലേ? കേരള പോലീസിൻ്റെ ഔദ്യോഗിക കുറ്റകൃത്യ സ്ഥിതി വിവരക്കണക്ക് അനുസരിച്ച് സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1207 കേസുകളാണ്. കുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്സോ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1492 പേരെയാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ: ഈ നിയമങ്ങൾ ഇനിയും തുടരണോ? ഒരു കൊലപാതകിയോ ബലാത്സംഖിയോ ജയിലിനുള്ളിൽ ആഡംബരത്തോടെ കഴിയുമ്പോൾ അത് ഈ നാട്ടിലെ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. അടിയന്തരമായി ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തുവാൻ സർക്കാർ തയ്യാറാകണം. കുറ്റവാളികൾക്ക് സൗകര്യങ്ങളല്ല, ശിക്ഷ തന്നെ ലഭിക്കണം. നിയമം കൊണ്ട് കുറ്റവാളികളെ വളർത്തുകയല്ല, മറിച്ച് സമൂഹത്തെ സുരക്ഷിതമാക്കുകയാണ് വേണ്ടത്. ഈ വിഷയം സർക്കാർ ഗൗരവമായി കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. സാരംഗി ന്യൂസിന് വേണ്ടി ജയകുമാർ.